പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുന്ന വിഷയത്തിലാവട്ടെ, അല്ലെങ്കിൽ ഇത്ര ഫംഗ്ഷൻക്ക് ഡ്രസ്സ് എടുക്കുന്ന വിഷയത്തിലാവട്ടെ, എത്രമാ പെൺമക്ക സ്വന്തം മാപ്പിളരൊട്ടിಗೆ ಗಲಾಟಾಗ್ರಂಗಿಲ್ಲ. നക്ക് കോസ്റ്റ്ലി ഡ്രസ്സ് വേണം, ചീപ്പായിട്ട് റേറ്റിലുള്ള ഡ്രസ്സ് നക്ക് വേണ്ട, അങ്ങനത്തെ ഡ്രസ്സ് എടുത്തിറാറ് ഇങ്ങനത്തെ ഡ്രസ്സ് എടുത്തിറാറുണ്ടല്ല മാപ്പിളരൊട്ടിಗೆ ಗಲಾಟಾಗಿರ್ಬೇಕು. അപ്പോ ആരെ നിങ്ങ നോക്കണ്ട, മാപ്പിളരെ കഷ്ടത്തിൽ നിങ്ങൾ അർത്ഥാക്കും. ഇന്ന് റമദാൻ 3 അല്ലേ? ഈ റമദാൻ 3 എന്ന് ചൊല്ലുമ്പോ ഞങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായ നാളെ എത്തിക്കറി. അപ്പൊ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹരെ ലൈഫ് എങ്ങനെ തോന്നുന്നുണ്ട്, എത്ര കഷ്ടപ്പാടിൽ തോന്നുന്നുണ്ട്. ഒർക്കായെങ്കും അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. ആ സ്റ്റോറി എല്ലാം നിങ്ങൾ അർത്ഥാക്കോറും. അലി റളിയല്ലാഹു അൻഹു എത്ര ദരിദ്ര പിടിച്ച പാവത്താളുണ്ട് നബിത്തങ്ങ ഫാത്തിമ ബീവിയുടെ മുന്നിലേ ചൊന്നൊരു ആയെങ്കും എക്സെപ്റ്റ് ആക്കിയിട്ട് മങ്ങിലായിട്ട് ഒരു നാൾ ചോറിനൊക്കെ എന്തും തിന്നുകില്ലാണ്ട് 2 നാൾ പട്ടിണിയിൽ തെച്ചിട്ടിരിക്കുമ്പോ നബിത്തങ്ങ, അതായത് ബാപ്പ ഔത്തുക്ക് പറയുമ്പോ മോള് ബുൾപ്പിട്ട സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേട്ടത് നബിത്തങ്ങ ഇങ്ങനെ വേഗം വന്നിട്ട് നോക്കുമ്പോ മോൾ ബുൾപ്പിട്ട ഉള്ളാർ 2 പുള്ളിമാർ, നബിത്തങ്ങള് 2 പുള്ളിമാർ ഉള്ളാർ, ഹസൻ ഹുസൈൻ. അങ്ങം നോക്കിയിട്ട് അങ്ങം ആ മക്കം ബുൾപ്പിട്ടുകൊണ്ട് എന്തേ പൈച്ചിട്ട് തിന്നുക എന്തില്ല. അയങ്കും ബാപ്പട്ട എന്തൊരു ദൂരം മാപ്പിളയുടെ വിഷയത്തിൽ ചൊന്നിട്ടില്ല, ആരട്ടും ദൂരിട്ടില്ല, അതിലെന്ത് തണ്ടില്ലാണ്ട് ചൊന്നിട്ടില്ല. കാരണം അത്ര കഷ്ടപ്പാടല്ല എന്ത് അലിറതെല്ലാം. ആയെങ്കും ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചന്തത്തിൽ നോക്കി അലിറതെല്ലാം നല്ല പിരിസപ്പാടിലേ അല്ലെ. ഇപ്പൊ സ്വർഗത്തിലെ പെൺമക്കളെ കൂട്ടത്തിൽ ഒരാളെ എത്തിക്കരി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീവിയുടെ ചരിത്രമെല്ലാം ഞങ്ങൾ പഠിക്കും, ഞങ്ങളെ മാപ്പിളമാരെ കഷ്ടം ഞങ്ങൾ അർത്ഥാക്കുന്നു, നല്ല രീതിയിൽ ഞങ്ങൾ ജീവിക്കുന്നു. നിങ്ങൾ ദ്വാരക്കൊറും, നിങ്ങളെ മാപ്പിളമാർക്ക് നിങ്ങൾ നല്ലോണം ദ്വാരക്കൊറും, കഷ്ടപ്പാട് ഇല്ലാണ്ടിക്കുക വേനീത്, നല്ല കോസ്റ്റ്ലി ഡ്രസ്സ് എടുക്കുക വേനീത്, എടുത്ത് തരകൊരു തൗഫീക്ക് കിട്ടുക വേനീത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു ജീവിതത്തെ അനുഗ്രഹിക്കുമാറാണ്.